ജീവിതകാലത്ത് നന്മ ചെയ്ത് നാടിന്റെ വെളിച്ചമായവരെ ആദരിക്കുന്നത് നാടിന്റെ സംസ്കാരമാണെന്നും സിഗ്നേച്ചർ പോലുള്ള കൂട്ടായ്മകൾ ചെയ്യുന്നത് പുതുതലമുറയ്ക്ക് മാതൃകയാണെന്നും മന്ത്രി കെ രാജൻ വടക്കഞ്ചേരിയിൽ സിഗ്നേച്ചർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദരണീയം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ സഹായത്തിനായി ഓടിയെത്തിയവരാണ് മലയാളികൾ. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കോവിഡുമെല്ലാം വന്നപ്പോൾ മലയാളി ഒറ്റക്കെട്ടായി നിന്നു. നന്മയുള്ള മനസ്സുള്ളവരെ ആദരിക്കുന്നത് വഴി നാമും ആദരിക്കപ്പെടുകയാണെന്നും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇത് പ്രേരണയാകുമെന്നും മന്ത്രി പറഞ്ഞു. സാധാരണ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സുമോദിനൊക്കെ അറിയാം, സുമോദിക്കപ്പെടുന്ന കൊച്ചു വീട്ടിൽ പോലും വെക്കാൻ പറ്റാത്ത അത്ര ഉപകാരങ്ങളായിരിക്കും ഓരോ ഇടത്തും ചെല്ലുമ്പോൾ കിട്ടുന്നത്. ആ ഉപകാരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എൻ്റെ എച്ചമും ഞാൻ പഠിച്ച കാലത്തുണ്ടായിരുന്ന എച്ചമും നിലവിലുള്ള ആ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസിൻ്റെ ആണെന്നത് ആ തവണ ഉപജില്ലാ കലോത്സവത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്തിക്കാട്ട് സ്കൂളിലെ കുട്ടി എഴുതി 1ാം സ്ഥാനം കിട്ടിയ ഒരു കഥ ഒരു കവറിലിട്ട് ആദരിക്കുന്നതിൻ്റെ ഭാഗമായി എനിക്ക് തീരുമാനം. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറെ എനിക്ക് ഇപ്പോഴും പേടിയാണ്. പഴയ ചെവിട് പിടിച്ചിട്ടുള്ള തിരിച്ചിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ടീച്ചർ സ്വകാര്യമായി ചെവിട്ടും പറഞ്ഞു, ഇന്ന് തന്നെ ഈ കഥ വായിക്കണം, വായിച്ചിട്ട് വിവരവും പറയണം. ഞാൻ ആ കഥ വായിച്ചു. ടാഗോറിന്റെ പോസ്റ്റുമാൻ എന്ന കഥയോട് സാമ്യമുള്ള ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സ്തുത്യർഹമായ സേവനം നടത്തിയ മുൻ MP VS വിജയരാഘവൻ, മുൻ MLA CK രാജേന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KE ഹനീഫ എന്നിവരെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം നൽകി ആദരിച്ചു. വിവിധ കർമ്മരംഗങ്ങളിൽ ശോഭിച്ച 49 പേർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങളും നൽകി. സംഘാടക സമിതി ചെയർമാൻ T ഗോപിനാഥ് അധ്യക്ഷനായി. PP സുമോദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. KE ഇസ്മായിൽ, VC കബീർ, CT കൃഷ്ണൻ, വടക്കഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷ ലിസി സുരേഷ്, നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരി, P ഗംഗാധരൻ, റെജി K മാത്യു, KM ജലീൽ, ഡോക്ടർ K വാസുദേവൻ പിള്ള മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.